കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കഴിഞ്ഞ ഈസ്റ്റർ സൺഡേയിൽ കോട്ടയത്ത് വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ ആ മനോഹരമായ സന്ദേശം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. ഈസ്റ്റർ അനന്തര സംഭവങ്ങളും ഞാനും എന്നാണ് അദ്ദേഹം അതിനെ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നടന്ന ചില സംഭവങ്ങൾ അത് പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി അതിനെ ആസ്പദമാക്കി നാമും അതിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ മൃതശരീരം യഹൂദന്മാർ തങ്ങളുടെ മൃതശരീരങ്ങളെ അടക്കം ചെയ്യുന്ന അതേ മര്യാദ പ്രകാരം 100 റാത്തൽ അകിലും അതുപോലെ തന്നെ സുഗന്ധ വർഗ്ഗങ്ങൾ കൊണ്ടാണ് ആ യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്തതെന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സുഗന്ധവർഗ്ഗങ്ങളോടും കൂടെ യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മറിയയ്ക്കും അറിയാം. പക്ഷേ എന്നിട്ടും പിന്നെയും സുഗന്ധവർഗ്ഗം ആയിട്ട് അവൾ ആ കല്ലറവാതിക്കൽ ചെന്നത് എന്തിനാ? ഒരു മരിച്ചയാളെ പൂശാനോ? ഒരിക്കലുമല്ല. അവൾക്ക് നന്നായിട്ടറിയാം യേശു പറഞ്ഞ വാക്ക് അവൾ കേട്ടു, തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു. 3-ാം നാൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മറിയയുടെ ഉള്ളിലുള്ള ലക്ഷ്യം ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശുവിനെ, ജീവനുള്ളവനെ പൂശുവാൻ അവൾക്ക് താല്പര്യം. സുഗന്ധവർഗ്ഗം സുഗന്ധ ലേപനം പൂശേണ്ടതിന് അവൻ എൻ്റെ നാഥൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ ശുശ്രൂഷ ഞാൻ വേണം ആദ്യം ചെയ്യുവാൻ. അങ്ങനെ ഒരു ഉത്സാഹത്തോടെയാണ് ആ പ്രിയ സഹോദരി ആ കല്ലറവാതിൽക്ക് ചെന്നത്, അല്ലാതെ മരിച്ചൊരു ശവത്തേൽ പൂശാനല്ല. അപ്പോൾ ആ സഹോദരി അങ്ങനെ അത്രയധികം സ്നേഹത്തോടെ വിശ്വാസത്തോടെ യേശുവിൻ്റെ വാക്ക് പൂർണ്ണമായിട്ട് അവൾ വിശ്വസിച്ചു. അങ്ങനെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? യേശുവിനെ അവൾക്ക് നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് ആ മകളോട് പറഞ്ഞത്, മറിയേ, എന്നെ പിടിച്ചു വയ്ക്കരുത്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹത്താൽ ഓഫീസിലേക്ക് രാവിലെ പോകാൻ തുടങ്ങുന്ന പിതാവിനെ സ്നേഹത്താൽ പിടിച്ചു നിർത്തുന്നത് പോലെ, എത്ര തിരക്കുള്ള ജോലിയാണെങ്കിലും തിരക്ക് പിടിച്ച് പോവുകയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ആ പിതാവ് അങ്ങ് നിന്നുപോകും. എന്നിട്ട് പറയും, മോനെ മോളെ പപ്പായെ ഓഫീസിലേക്ക് വിട്, എന്നെ പിടിച്ചു വെക്കല്ലേ എന്ന് പറയും. അതുപോലെ തന്നെയാണ് യേശുവിനെ മറിയയുടെ സ്നേഹം പിടിച്ചു വെച്ചത്. മറിയെ, ഞാൻ പിതാവിൻ്റെ അരികിൽ പോയിട്ടില്ല ഇതുവരെ, എന്നെ തടഞ്ഞു നിർത്തരുത് എന്ന് യേശു അവളോട് പറയുക. എന്തൊരു വലിയ സ്നേഹമല്ലേ ആ സ്നേഹം! അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ തോമസ് ലീഹ താൻ വിശ്വസിച്ചില്ല, ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ കർത്താവ് ശാസിക്കുന്നുണ്ട്, ആ വിശ്വാസത്തെ. അതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ആ വിശ്വാസം ഉയർന്നു വരും. പക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ വിശ്വാസങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം, ശാസിച്ച് കളയാം. അതുപോലെ ആ സ്നേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ജ്വലിപ്പിക്കാം. പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കണം. നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സന്ദേശം കേൾക്കുവാൻ പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 17-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24. ലോകമെങ്ങും യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ കൊണ്ടാടുകയാണ് ക്രൈസ്തവ ലോകം ഇന്ന്. എന്നാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എല്ലാ വർഷവും അത് ആവർത്തിക്കപ്പെടുന്നില്ല. പക്ഷേ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനെ ആ നിലയിൽ ആഘോഷിക്കുന്നത്, അങ്ങനെ
ഓർക്കുന്നതിൽ കർത്താവിൻ്റെ ഉയർപ്പിനെ ലോകം അറിയുമല്ലോ. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. എന്നാൽ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് അറിയണം, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു 10ഓളം സംഭവങ്ങൾ പുതിയ നിയമത്തിൽ പലയിടത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24. ബൈബിൾ ഉള്ളവരൊക്കെ എടുത്ത് അത് നോക്കും, നല്ലതാണ്. TV പ്രോഗ്രാമിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ആ ബൈബിൾ ഒന്നെടുത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 17 വാക്യം, അതിൻ്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ്: അവർ വാടിയ മുഖത്തോടെ നിന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 ശിഷ്യന്മാർ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം, അതാണ് 24:1 പറയുന്നു, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാള് ആദ്യകാലത്ത് കല്ലറയ്ക്കലെത്തി. പക്ഷേ അവൾ വന്നപ്പോൾ കണ്ട കാഴ്ച, കല്ലറയിൽ നിന്ന് കല്ല് മാറിയിരിക്കുന്നു. ആ കല്ലിന്മേൽ വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാരിരുന്ന് ഈ സ്ത്രീകളോട് പറയാ, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ സ്വന്തം ദേശമായ, നിങ്ങൾ പ്രതിസന്ധി ഉണ്ടെന്ന് കരുതുന്നിടമായ, നിങ്ങൾ പോകാൻ ഭയപ്പെടുന്ന മടമായ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്ക് മുമ്പേ അവൻ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ലൂക്കോസ് 24 നിന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, മത്തായിലും യോഹന്നാനിലും എല്ലാം വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ആ ദിവസവും അതിനടുത്ത എത്ര ദിവസം യേശുവരുടെ കൂടെ ഉണ്ടായിരുന്നു? 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി എന്ന് എവിടെ വായിക്കുന്നു? അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ആ വാക്യം വായിക്കപ്പെടുന്നു എന്ന് ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഈ ശിഷ്യന്മാർക്ക് പലതവണ കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് സ്വാഭാവികം മാത്രമാണ്. നമ്മളും ആ സ്ഥാനത്തായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേനെ. ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന സൗരന്മാരായ നിങ്ങളെ ഓരോരുത്തരും, ഈ വചനം കേൾക്കുന്നവരെ, ഞാൻ ആ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം നടന്ന ചില സംഭവങ്ങളിൽ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തേക്ക് ഗലീലയിലേക്കും യെരുശലേമിലേക്കും ഒന്ന് വരണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഇന്നത്തെ വചനത്തിന് ഞാൻ ഈ വചനത്തിനൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ്: ഈസ്റ്റർ അനന്തര സംഭവങ്ങൾ ഞാനും. ഒന്ന് പറഞ്ഞേ. അങ്ങനെ കർത്താവിൻ്റെ 10ഓളം പ്രത്യക്ഷതകൾ എവിടെയുണ്ട്? ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിലുണ്ട്, മർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്, യോഹന്നാലുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. ഇത്രയും ഭാഗങ്ങളിൽ മാത്രമല്ല, 1 കൊരിന്ത്യർ 15 കർത്താവ് പലർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15 ഒന്നെടുത്തേ. 1 കൊരിന്ത്യർ 15. 1 കൊരിന്ത്യർ 15-ന്റെ 3 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞ നേരത്തെ യഹൂദ തിരുവെഴുത്തുകളിൽ ഇതെല്ലാം തൻ്റെ മരണവും അടക്കവും ഉയർപ്പും എല്ലാം നേരത്തെ രേഖപ്പെടുത്തിയിരുന്ന തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസിനും 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. പിന്നെ എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അടുത്ത വാക്യം. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം സഹോദരന്മാർ ഒന്നിച്ചു നിൽക്കുമ്പോൾ യേശു എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ആ സംഭവം സുവിശേഷങ്ങളിൽ അങ്ങ് രേഖപ്പെടുത്തിയിട്ടില്ല. 500-ലധികം സഹോദരന്മാർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വാക്യം. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു. അപ്പോൾ പൗലോസ് ഇത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും ആ 500 പേരിൽ മിക്കവരിലും എന്ത് ചെയ്യുന്നുണ്ട്? ജീവനോടിരിപ്പുണ്ട്. അടുത്ത വാക്യം. ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. വായിക്കാം. അനന്തരം അവൻ യാക്കോബിനും. അതിനുശേഷം യേശു തൻ്റെ സഹോദരനായ യാക്കോബ്, 12 യാക്കോബുണ്ട്, അത് ആദ്യമേ കഴിഞ്ഞു.
തൻ്റെ സഹോദരനായ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ, സമയത്ത് ജനിക്കാത്ത സന്തതി എന്ന് പറയും, സമയം തെറ്റി ജനിച്ച സന്തതി. കാരണം താൻ സഭയെ ഉപദ്രവിച്ച ആളാണല്ലോ ഈ പൗലോസ്ലീഹ. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇവരോടെല്ലാം കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല പേരോട് ഇത് തന്നെ പറഞ്ഞാൽ മതി. എന്തുവാ? ഞാൻ ജീവനോടെ ഉണ്ട്. ഇത് വിശ്വസിക്കുന്നവർ, സ്തോത്രം, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കും. അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഈ ലോകത്തിൽ എല്ലാവരുടെയും കൂടെ നിൽക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവിന് ആരോടും ഒരു വേറുകൃത്യവും ഇല്ല. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഭവിക്കാനൊക്കെ. ഇന്ത്യയിൽ എല്ലാവർക്കും വേണ്ടിയ സ്വാതന്ത്ര്യം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര സേനാനികളും നേടിയത്. പക്ഷേ സ്വാതന്ത്ര്യം അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ നന്മകൾ അനുഭവിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള പല പ്രത്യക്ഷതകൾ രേഖപ്പെടുത്തിയ കൂടെയാണ് ലൂക്കോസ് 24 നമ്മൾ വായിച്ച ഈ ശിഷ്യന്മാരിൽ 2 പേര് അവരെ മറ്റുള്ളവരോട് പറഞ്ഞു കാണാം. എന്താ? യേശു ഉയർത്തെഴുന്നേറ്റെന്നും കൂടെ പറയുന്നത്. നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ മർക്കോസ് 16 2 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ ഉയർത്തെഴുന്നേറ്റെന്ന് ചിലർ വന്ന് പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. മറ്റൊരു സമയത്ത് നമ്മൾ വായിക്കുന്നു, തോമസിനോട് കൂട്ടു ശിഷ്യന്മാർ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു. തോമസ് എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അങ്ങനെ എളുപ്പം വിശ്വസിക്കാവുന്ന കാര്യമല്ല ഇത്. അവർ കണ്ടതാണ് യേശുവിനെ ക്രൂശിക്കുന്നത്, അവർ കണ്ടതാണ് യേശുവിനെ കല്ലറയിൽ വെക്കുന്നത്, അവർ കണ്ടതാണ് ശീലകൾ ചുറ്റുന്നത്, അവർ കണ്ടതാണ് കല്ലുരുട്ടി വെക്കുന്നത്. ഈ ഒരു മരണമടക്കത്തിന് മാത്രമല്ല ഇവർ പങ്കെടുത്തിട്ടുള്ളത്. ഇവർ നിരവധി ഫ്യൂണറൽ കണ്ടിട്ടുള്ളതാണ്. ആ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുന്നതേ അവർ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു പുതിയ വാർത്ത, നമ്മുടെ കൂടെ നടന്ന ഗുരു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു വശത്ത് സന്തോഷമുണ്ടെങ്കിലും ഒരു വശത്ത് സംശയവും പരിഭ്രമവും വരെ നിറഞ്ഞിരിക്കുക. മാത്രമല്ല, ഇത് കണ്ട പടയാളി, യേശുവിൻ്റെ കല്ലറവാതിൽ നീങ്ങുന്ന കണ്ട പടയാളി ഓടിച്ചെന്ന് മഹാപുരോഹിതനോടും മറ്റും പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു കേട്ടോ. കല്ലറവാതിൽ മാറി, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്ന പുരോഹിതന്മാർ അവനോട് പറഞ്ഞു, ചേട്ടാ ഇതാകെ കുഴയുമല്ലോ. അവൻ ജീവിച്ചിരുന്നപ്പോഴോ ആൾക്കാരെ മുഴുവൻ അവൻ്റെ കൂടെ കൂട്ടി, ഇവൻ ഇനി ജീവിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് എന്ത് ചെയ്യും? അവൻ്റെ ശിഷ്യന്മാർ പിന്നെ ആൾ കൂട്ടും. ഇതൊരു പുതിയ മതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് വെല്ലുവിളിയാണ്. ഇത് വരുമാനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? കുറച്ച് പൈസ എടുത്ത് ആർക്ക് കൊടുത്തു? ഈ പടയാളികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. പടയാളികളോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലൊക്കെ ചെന്ന് പറയണം അവൻ്റെ ശിഷ്യന്മാർ അവൻ്റെ ബോഡി കട്ടുകൊണ്ട് പോയതാണ്. പിന്നെ നിങ്ങളെ കാവൽ നിർത്തിയിട്ട് എന്തോ കട്ടയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ഉറങ്ങിപ്പോയെന്ന്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ശിഷ്യന്മാർ വന്നവൻ എന്ത് ചെയ്തു? അവൻ്റെ ബോഡി കട്ടെടുത്തോണ്ട് പോയതാണെന്ന് നാട്ടിലെല്ലാം പറഞ്ഞേക്കണം. എനിക്ക് തോന്നുന്ന നാട്ടുകാർ വിശ്വസിച്ചില്ലേലും ശിഷ്യന്മാർ ഇത് കേട്ട് പേടിച്ചു പോയി. അവർ കട്ടെടുത്തില്ലേലും ഇനി കട്ടേനും കൂടെ സമാധാനം പറയണമല്ലോ എന്നവർ ചിന്തിച്ചു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അറിഞ്ഞെന്നുള്ളൊരു തെറ്റല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം തന്നെ ഹൃദയസ്പർശിയായ കുറേ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു. 1-2 പേരോട് പറഞ്ഞ് നമുക്ക് യെരൂശലേമിലേക്ക് പോകാം. ആ സംഭവത്തിനകത്ത് പോയി നിൽക്കാം. ഞാനും നിങ്ങളും അതിലൊരാളാകട്ടെ. എന്നാൽ വന്നാട്ടെ, നമുക്ക് രാവിലെ ആ കല്ലറയുടെ അടുക്കിലേക്ക് പോകാം. സ്തോത്രം. ആ സ്ത്രീകളോടുകൂടി ഒന്ന് പോകാം. അവരുടെ മനസ്സ് എന്താണ്? സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ആരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് ആരാധന നിറഞ്ഞിവിടെ വന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ കർത്താവിനോടുള്ള നന്ദി നിറഞ്ഞ ദൈവത്തിൻ്റെ പൈതലേ, 7 ഭൂതങ്ങൾ ഞാൻ ബാധ്യതയായിരുന്നു. നിങ്ങളെ മഗ്ദലക്കാരത്തി മറിയെ ഒരു ഇൻ്റർവ്യൂ TV-ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവൾ പറയും, ഞാൻ 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവളായിരുന്നു. എൻ്റെ വീട്ടുകാരെന്നെ വെറുത്തതാണ്, എൻ്റെ ജീവിതം നശിച്ചതാണ്, എല്ലാവരും എന്നെ കൈവിട്ടതാണ്. എന്നാൽ ഈ ഗുരു എന്നെ വിടുവിച്ചു. എനിക്കവന് പകരുവാൻ എനിക്ക് വേറൊന്നുമില്ല. എൻ്റെ സ്നേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ കയ്യിൽ ആ ജഡത്തിൽ പൂശാൻ കുറച്ച് തൈലം മാത്രമേ ഉള്ളൂ എന്ന് മറിയ പറയും. കൂടെ പോയ സഹോദരിമാർ പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം എന്നൊന്ന് അറിഞ്ഞത് ഈ യേശുവിൻ്റെ കൂടെ കൂടിയ പിന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾ ഒന്നിനും വന്നതല്ല. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ ഒരു നന്ദി പറയാൻ വന്നതാണ്.
ഞായറാഴ്ച രാവിലെ ഒരു നന്ദി പറയാൻ വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ കല്ലറ വാതിൽക്കൽ സ്ത്രീകൾ യേശുവിനെ കാണാൻ നിന്നു. ആ ശിഷ്യന്മാരൊക്കെ തിരിച്ച് വീട്ടിൽ പോയി, എല്ലാവരും പോയി. പക്ഷെ മറിയ മാത്രം എന്ത് ചെയ്തു? കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി കരഞ്ഞും കൊണ്ട് നിന്നു. ഇതാണ് നന്ദിയുടെ കണ്ണുനീർ. ഇതാണ് നാഥനോടുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ കണ്ണുനീർ. ഇന്ന് ഈസ്റ്റർ ദിവസത്തിൽ ഈ വേദഭാഗം തരുന്ന സന്ദേശം ഇതാണ്. ഈ ഈസ്റ്റർ പൂർവ്വ സംഭവങ്ങൾ, ഈസ്റ്റർ അനന്തര സംഭവങ്ങളിൽ ഒന്നായ മറിയയുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തിന് അവിടെ കർത്താവ് ചെയ്തത് അതേ സന്ദേശം ഇവിടെയും കർത്താവ് തരികയാണ്. നിന്റെ നന്ദിയുമായി, എന്നോടുള്ള നിന്റെ സ്നേഹവുമായി നീ എൻ്റെ അടുക്കൽ വന്നാൽ നിന്നെ പിരിഞ്ഞ് ഞാൻ പോകയില്ല, നിന്നെ കാണാതെ ഞാൻ പോകയില്ല. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? എന്നെ കാണാൻ വന്നതാണോ, നിന്നെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇന്ന് ഈ ആരാധനയ്ക്ക് നീ ആരെ കാണാനാ വന്നത്? തോമസ് ഊട്ടി ബ്രദറിനെയാണോ അതോ കൂട്ടമാണോ? യേശു പറയുന്നു, എന്നെ കാണാൻ വന്നവനെ ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഓരോ ഞായറാഴ്ച ആരാധനയിലും സ്വർഗീയ വിരുന്നിലെ കൂട്ടം കാണാനല്ല, അവനെ കാണാനാണ് വന്നതെങ്കിൽ നിന്നെ കണ്ടിട്ടേ അവൻ പോകത്തുള്ളൂ. അവനെ കാണാൻ ആവലോടെ വന്ന പൊന്നു സഹോദര സഹോദരി, നിന്നെ കണ്ടിട്ടേ അവൻ പോകത്തുള്ളൂ. ഈസ്റ്റർ അനന്തര സംഭവങ്ങളിൽ എനിക്കും നിനക്കും ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധാത്മാവ് ആ സംഭവങ്ങൾ കെയർഫുള്ളായി ഈ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയത്. വേറെ പലതും രേഖപ്പെടുത്തിയില്ലല്ലോ. ഈ കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനോട് നന്ദിയുള്ള ഒരാളുടെ കണ്ണുനീരൊപ്പാതെ ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം ഒരു മനുഷ്യപ്പേര് വിളിച്ചെങ്കിൽ അത് മറിയേ എന്നായിരുന്നു. നിന്റെ പേര് വിളിക്കാതെ അവൻ പോകത്തില്ല. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനിയുണ്ട് സംഭവങ്ങൾ. അന്ന് വൈകുന്നേരം യഹൂദന്മാരെ ഭയപ്പെട്ട് ശിഷ്യന്മാരെന്ത് ചെയ്യുകയാണ്? വാതിലടച്ചിരിക്കുക. ഈസ്റ്ററിന് ശേഷമുള്ള ഒരു വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സംഭവം. യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുക. പക്ഷെ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണോ നീ? അറിയാതെ ചില ഭയം ബാധിച്ചിട്ടുണ്ടോ? നിന്നെ കൈവിടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിന്നെ വിളിച്ചിറക്കിയത് അവന്. 3.5 വർഷം നീ അവൻ്റെ കൂടെ നടന്നതാ. നീ പേടിച്ചെന്നും പറഞ്ഞ് നിന്നെ ഇട്ടിട്ടൊന്നും പോയില്ല. വാതിലടച്ചിരിക്കെ അവൻ നടുവിൽ നിന്ന്. ഇന്ന് ഭയപ്പെടുന്നവർക്ക് കർത്താവ് തരാൻ ഒറ്റ വാക്കേ ഉള്ളൂ: നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെടണ്ട. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനിയുമുണ്ട് സംഭവങ്ങൾ. ആ സമയത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരില്ലായിരുന്നു? തോമസ് ഇല്ലായിരുന്നു. അദ്ദേഹം സംശയമായിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? മറ്റ് ശിഷ്യന്മാരോട് ചോദിച്ചു, മരിച്ചടക്കിയ ആൾ എഴുന്നേറ്റ് വന്നെന്ന്. നിങ്ങൾക്ക് സുബോധം നഷ്ടപ്പെട്ടോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടെന്ന ആണിപ്പഴുതുള്ള കര ഞങ്ങളെ കാണിച്ചു, അവൻ്റെ വിലാപ്പുറം ഞങ്ങളെ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊന്ന് തൊട്ടു നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, കർത്താവിൻ്റെ വിളി കേട്ട് വന്ന ദൈവപൈതലേ, നിനക്ക് എവിടെയെങ്കിലും ഒരു സംശയം വന്നെന്നും കൊണ്ടും നിന്നെ ഇട്ടിട്ട് പോകത്തില്ല. അതാണ് അടുത്ത സന്ദേശം. നിന്റെ സംശയം അവൻ തീർക്കും. നിന്റെ സംശയം അവൻ തീർക്കും. കാരണം നിന്നെ അവൻ വിളിച്ചതാണ്. മാത്രമല്ല, നീ ആ വിളി കേട്ട് ഇറങ്ങിയതാണ്. ചിലർ വിളിച്ചെങ്കിലും നമ്മൾ വായിക്കുന്നു, കർത്താവ് വിളിച്ചപ്പോൾ ചിലർ തങ്ങളുടെ എനിക്ക് അപ്പനെ അടക്കണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയില്ലേ. പക്ഷേ ചിലർ വീട്ടിൽ പോയില്ല, വിളി കേട്ട് പ്രതികരിച്ചു. ഇനി നിനക്കൊരു സംശയം വന്നാലും ആഹാ ഇട്ടിട്ട് പോകത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശു, സംശയം തീർക്കുന്ന യേശു. എല്ലാവരും എന്ന് പറഞ്ഞ, ഉയർത്തെഴുന്നേറ്റ യേശു സംശയം തീർക്കുന്ന യേശുവാ.
ഉയർത്തെഴുന്നേറ്റ യേശു നന്ദിയോട് പ്രതികരിക്കുന്ന യേശുവാ. ഉയർത്തെഴുന്നേറ്റ യേശു ഭയം മാറ്റുന്ന യേശുവാ. ഒന്ന് വിളിച്ചു പറയുമോ ദൈവമക്കളെ? ഈസ്റ്റർ ദിനത്തിൽ ഒന്ന് വിളിച്ചു പറയുമോ? ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ സംശയങ്ങൾ തീർക്കുന്ന യേശുവാ. ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ സ്തുതിക്കും ആരാധനയ്ക്കും പ്രതികരിക്കുന്ന ഒരു യേശുവാ. ഉയർത്തെഴുന്നേറ്റുന്ന യേശു. ഞാൻ മനുഷ്യരെ പേടിച്ചിരിക്കുമ്പോൾ, ഇന്ന് മനുഷ്യരെ പേടിച്ച് ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്, നിന്റെ ഭയം മാറ്റുന്ന യേശുവാ. ഓ നന്ദി കർത്താവേ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. വേറെ സംഭവം, ശിഷ്യന്മാര് ഇത് ചില ദിവസത്തിന് ശേഷം പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാ. ഉയർപ്പിന് ശേഷം കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പില്ല ഇപ്പോഴും. ഉടനെ യോഹന്നാനും കൂടെ തോമസും എല്ലാവരും പറഞ്ഞു, ഞങ്ങളും പോരുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 7 പേരെന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി. കർത്താവ് ആ കടൽക്കര നിന്ന് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ ജീവിതത്തിൻ്റെ ഭാരമോർത്തല്ലേ പോയത്. കർത്താവ് അവരെ വിമർശിച്ചോ? ഇല്ല. ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ ജീവിത ഭാരങ്ങൾ അറിയുന്ന യേശുവാ. ഹല്ലേലൂയ. അവിടെ കർത്താവ് എങ്ങനെ വെളിപ്പെട്ടെന്നറിയാമോ? ഒരമ്മയെ പോലെ കരുതുന്നവനായി. കർത്താവ് ഒരു അത്ഭുതകരമായി മീൻപിടുത്തം അവർക്ക് കൊടുത്തു. അവരാ വലിയ മീനുകൾ നിറഞ്ഞ വലയുമായി കരക്കേറിട്ട് വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയാമോ? യേശു തന്നെ കനലുണ്ടാക്കി, പിന്നെ മീൻ പിടിച്ചു. 12 പേരോട് പറഞ്ഞ് യേശുവിന് കനലുണ്ടാക്കാൻ അറിയാം, മീൻ പിടിക്കാൻ അറിയാം, മീൻ വെട്ടാൻ അറിയാം, മീൻ ചൂടാനും അറിയാം, മാവ് കുഴയ്ക്കാൻ അറിയാം, പറഞ്ഞാട്ടെ, അപ്പം ഉണ്ടാക്കാനും അറിയാം. ഇന്ന് രാവിലെ ഞാൻ തിരുവചനം വായിക്കുകയും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, ഈ തിരുവചനത്തിൽ കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം രേഖപ്പെടുത്തിയ 10ഓളം സംഭവങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയതാണ്. അത് യേശുവിൻ്റെ എനിക്കും നിങ്ങളോടുമുള്ള ഒരു വലിയ മനോഭാവത്തെയാണ് ഓരോ സംഭവവും വെളിവാക്കുന്നത്. ആമേൻ. സംശയം തീർക്കുന്ന യേശു പറഞ്ഞ, എൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ സംശയം തീർക്കുന്ന യേശു, ഉയർത്തെഴുന്നേക്കുന്ന യേശു എൻ്റെ മനുഷ്യ ഭയം മാറ്റുന്ന യേശുവാ. ഒന്ന് വിളിച്ചു പറഞ്ഞേ ദൈവം, ഇതില് ഉയർത്തെഴുന്നേറ്റ യേശു. എൻ്റെ ജീവിത ഭാരങ്ങൾ കരുതുന്ന യേശുവാ. മാത്രമല്ല എൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ ആരാധന, എൻ്റെ സ്തോത്രം, എൻ്റെ ആ നന്ദി ആദ്യമായി ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാണാൻ വരുന്നൊരു യേശുവാണ്. ഓ കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ വീടുകളെ സ്വർഗമാക്കി, നമ്മുടെ ജീവിത അന്തരീക്ഷത്തെ ഏറ്റവും മനോഹരമാക്കി, ഏതെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മളെ നേരിട്ടാലും അതിനെയെല്ലാം വളരെ ജയകരമായി ഒരു ചെറുപുഞ്ചിരിയോടെ തരണം ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തന്മാരാക്കുകയാണ്. അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയത്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ആ അത്ഭുത നാമം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാം. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമനപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്കോളിയോസിസ് എന്ന് പറയുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയെ കാണിക്കുന്നു. നട്ടെല്ലിന് വളവ് മൂലം ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് തന്നെ മാറി നിൽക്കുന്ന വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ വളഞ്ഞ നട്ടെല്ലുകൾ നിവർന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ നട്ടെല്ലുകൾ നിവർന്നു വരട്ടെ. ബ്ലഡ് ക്യാൻസറിനെ, ലുക്കീമിയയെ ഞാൻ ശാസിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ ശരീരത്തിന്മേൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് ക്യാൻസർ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി. അതുപോലെ തന്നെ ആ ബ്ലഡ് ഇഷ്യൂ അത് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, നേരെയാകട്ടെ. യഥാർത്ഥമായ കർത്താവിൻ്റെ സ്നേഹത്താൽ, കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ, ചെവികൾ തുറന്നു വരട്ടെ. കുഷ്ഠരോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ക്ഷയം ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. പിതാവേ,
നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തന്ന അധികാരത്തിനായി സ്തോത്രം. ആ അധികാരം ഇന്ന് അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ട് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. എല്ലാം എൻ്റെ യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ പിതാവേ. ആമേ ആമേ. ഇപ്പോൾ തന്നെ നോക്കിയാട്ടെ, നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, ആ നട്ടെല്ല് നിവർന്നത് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ആ ബ്ലഡ് ക്യാൻസർ ഇപ്പോൾ തന്നെ വിട്ടുമാറിക്കഴിഞ്ഞിരിക്കുക പൂർണ്ണമായി ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ ഒരു അംശം പോലും ആ ശരീരത്തിൽ കാണത്തില്ല. കാരണം എൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ച്. പിന്നെ ആ ക്യാൻസറിന് അവിടെ നിലനിൽപ്പില്ല. കർത്താവിൻ്റെ ജീവനാണ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ജീവൻ വരിക, കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, തലമുറയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരുക. ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഒരുപാട് നിന്ദാവാക്കുകൾ കേട്ട് ഹൃദയം തകർന്നിരിക്കുന്ന സഹോദരിമാരെന്നെ കേൾക്കുന്നുണ്ട്. ഒന്നിലധികം പേരെന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ സഹോദരി, ഒട്ടും ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ ഇതേ ചാനലിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗീയവിരുദ്ധ ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തിരുപ്പൂരിൽ മെയ് 5 ചൊവ്വ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. രാമസ്വാമി മുത്തമ്മാൾ കല്യാണ മണ്ഡപം, പല്ലടം, തിരുപ്പൂർ റോഡ്, ടോട്ടൽ ഗ്യാസ് പമ്പിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോയമ്പത്തൂരിൽ മെയ് 6 ബുധൻ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. ഗുജറാത്തി സമാജ് ഓഡിറ്റോറിയം, മേട്ടുപാളയം റോഡ്, RS പുരം, സെൻട്രൽ തിയേറ്ററിന് സമീപം. प्रेम की परिभाषा को ओ मसीह तूने हमको सिखाए, प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे